ജ്യോതിഷത്തിലെ ഓരോ കാര്യങ്ങൾ പറയുന്നതിനും അതിൻ്റെതായ ഒരു ജ്യോതിഷ നിയമമുണ്ട്. ഒരുപക്ഷെ ഈ ആധുനിക സയൻസ് അത് വെച്ച് നോക്കിയാൽ ഒരിക്കലും നമുക്ക് അതിനെ കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം പിന്നെ എന്നോട് ഒരു കൗണ്ടർ ചോദ്യങ്ങൾ ചോദിച്ചത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ പലപ്പോഴും നമുക്കതിനെ, കാരണം ആ ശാസ്ത്രത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ പല കാര്യങ്ങളും ഇല്ലോജിക്കലായിട്ട് തോന്നും. പക്ഷെ ജ്യോതിഷത്തിന്റെ ഒരു നിയമം വെച്ചുകൊണ്ട് മാത്രമേ മറുപടി നൽകാൻ കഴിയുള്ളൂ. അതിനൊരു ഏകീകൃത സ്വഭാവമൊക്കെ ഉണ്ട്. ഇതൊരു പ്രവചനമാണ് എന്ന് പറയുന്ന ആളുണ്ട്. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ തന്നെ എഴുതിയിട്ടുള്ളത്, പ്രവചനം പ്രതീക്ഷിച്ചാരും ഇതിലേ വരരുത്, എനിക്ക് എന്റെ ഭാവി പോലും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇതൊരു പ്രവചനമാണെന്ന്. ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ മുഹൂർത്തം എടുക്കാൻ അവരുടെ അച്ഛനും അമ്മാവനും 2 ചിറ്റപ്പന്മാരും കൂടി എന്നെ കാണാൻ വന്നു. എന്നിട്ട് അപ്പം നമ്മൾ മുഹൂർത്തം എടുക്കും, ഒരു ദിവസം എടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കും, അന്ന് കുട്ടിക്ക് പീരീഡ്സ് ഉണ്ടോ? കാരണം എന്താ, ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന അതാണ്, അല്ലെങ്കിൽ ഈ ശുഭകരമായ കാര്യങ്ങൾ പീരീഡ്സ് ഉള്ള സമയത്ത് നടത്തിക്കൂടാ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചു, 13-ാം തീയതി നല്ല മുഹൂർത്തമാണ്, പക്ഷെ അന്ന് കുട്ടിക്ക് പീരീഡ്സ് ആണോ എന്ന് വിളിച്ചു ചോദിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ ഫോൺ എടുത്തിട്ട് വൈഫിനെ വിളിച്ചിട്ട്, എടി അന്ന് കൊച്ചിനെ 13-ാം തീയതി അമ്പലത്തിൽ കയറാൻ പറ്റാത്ത ദിവസമാണ്. വൈഫ് പറഞ്ഞു, ആണ് എങ്ങനെ മനസ്സിലായി? അത് ഹരിപത്രാര് പറഞ്ഞു. ഇതെല്ലാവരും നമ്മൾ ചോദിക്കുന്നത്, വരുന്ന മുഴുവൻ എടുക്കുന്ന ആളുകളോട് ചോദിക്കുന്ന ചോദ്യം. പക്ഷെ അവരെന്ത് ചെയ്തു, അവരവിടെയുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞു, ഇയാൾ എന്തൊരു മനുഷ്യരാണ്, മോളുടെ 13-ാം തീയതി പീരീഡ്സ് ആണെന്നുള്ളത് വലിയ പ്രവചനം. അപ്പൊ പുള്ളിയോട് തന്നെ പറഞ്ഞു, ഇതാണ് ഇതിനകത്തെ ഒരു സംഭവം. ഇങ്ങനെയുള്ള ചില പ്രവചനങ്ങളുണ്ട്. അല്ലാതെ ഇത് പ്രവചിക്കാനേ പറ്റില്ല, അത് വെറുതെ പറയുന്നതാണ്. ഇപ്പം എനിക്ക് തന്നെ ഈ പോകുന്ന വഴിക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് തന്നെ ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ പറയില്ല, ഇതൊരു സൂചനകൾ നൽകുക എന്നുള്ളത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇപ്പം താങ്കളോട് പറയുകയാണ്, ഇപ്പോ 12-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്, അപ്പൊ പൈസ ഇടപാടുകൾ ശ്രദ്ധിക്കണം, സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെന്റുകൾ നിങ്ങൾ കുറച്ചുകൂടെ കരുതിക്കോണം, പണംപരമായ ഇടപാടുകളിലൊന്നും ഇപ്പൊ കൊണ്ട് ആലോചിക്കാതെ തലവെച്ച് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യുക. ഒട്ടും വിശ്വാസം ഇല്ലാത്ത ആണെങ്കിൽ നിങ്ങൾ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തോളുക, ലാഭം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളുക, നഷ്ടമാണെങ്കിൽ ഉണ്ടാക്കിക്കോളുക. അങ്ങനെ മാത്രം ഇതിനെ എടുത്താൽ മതി. അല്ലാതെ ഇതൊരു പ്രവചനമായിട്ട് എടുത്താൽ ഈ പ്രവചനം വെച്ചിട്ടാണ് ഈ ചൂഷണത്തിലേക്ക് ഈ കാര്യത്തെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ആർക്കും ആരുടെയും ഭാവി നാളെ എന്തെന്നോ ഒരു മിനിറ്റ് കഴിഞ്ഞെന്തെന്നോ പ്രവചിക്കാൻ കഴിയില്ല. അങ്ങനെ പറയുന്നത് തന്നെ തട്ടിപ്പാണ്. ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കാലങ്ങളിൽ ഇങ്ങനെ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ പാടില്ല. അപ്പൊ അത് എന്ത് ഫാക്ടർ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്? അതാണ് ആ ജ്യോതിഷത്തിന്റെ നിയമം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നിങ്ങളോടൊരു ഹൊറോസ്കോപ്പ് നിങ്ങളുടെ എടുക്കുന്നു, അതിനൊരു ഏകീകൃത സ്വഭാവമുണ്ട്. നമ്മളെ സോഫ്റ്റ്വെയറിൽ അടിച്ചാലും കബഡിയിൽ എടുത്താലും അല്ലെങ്കിൽ കണക്ക് കൂട്ടിയെടുത്താലും ഒക്കെ ആ ഒരു സെയിം ഒരു ഗ്രഹസ്ഥിതി, ഗ്രഹങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്ന ഒരു സ്ഥിതി കിട്ടും. അതുവരേക്കും കണക്കാണ്. അതിനുശേഷമുള്ള ഫലങ്ങൾ ഈ ജ്യോതിഷത്തിന്റെ ഋഷിമാരുണ്ടാക്കിയ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതേ പറയാൻ വഴിയുള്ളൂ. അപ്പൊ ഞാൻ പറയില്ല, അതൊരു സയൻസിന്റെ കണ്ണുകൊണ്ട് ഇത് എങ്ങനെ പറയുന്നു എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കത് മറുപടി കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരോട് ഇത് പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ശ്രദ്ധിക്കുക എന്നുള്ള അർത്ഥം. ഇപ്പം അതിപ്പോ എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നറിയില്ല. ഓരോ ഭാവങ്ങൾ കൊണ്ട് ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ജ്യോതിഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്.